Friends, now I am going to discuss about activity based costing. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 എലമെൻറ്റുകൾ ചേർന്നതാണ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർഹെഡ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും എന്താണ്, ഡയറക്റ്റ് കോസ്റ്റുകളാണ്. അതായത് സച്ച് കോസ്റ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫയബിൾ വിത്ത് ദ പ്രൊഡക്റ്റ് and can be directly charged to the product. For example, if a company is producing books, നമുക്കറിയാം ഒരു ബുക്കാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് പേപ്പറാണ് ആ ബുക്കിന് ആവശ്യം, അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ലേബേഴ്സാണ് അതിന് ആവശ്യം, അവരുടെ വേജ് എന്താണ് എന്നൊക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഡയറക്റ്റ് എക്സ്പെൻസുകൾ നേരിട്ട് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാനും കഴിയും. പക്ഷേ ഓവർഹെഡ് എക്സ്പെൻസുകളായ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായ ഫാക്ടറി റെൻറ്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ്, ഫാക്ടറി ഇലക്ട്രിസിറ്റി, അതൊക്കെ പ്രൊഡക്റ്റിന് അലോക്കേറ്റ് ചെയ്യുന്നത് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താണ്, ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അലോക്കേഷൻ ഒരു പ്രശ്നമായി തീരും. കാരണം എന്താണ്, നമുക്കറിയില്ല എത്ര പോർഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് പ്രൊഡക്റ്റ് എ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ എത്ര പോർഷൻ ഓഫ് റെൻ്റാണ് പ്രൊഡക്റ്റ് എ ഉപയോഗിച്ചത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ എന്താണ്, കോസ്റ്റ് അലോക്കേഷൻ നടത്തണം കറക്റ്റ് ബേസിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോസ്റ്റ് അലോക്കേഷൻ മെത്തേഡ് എന്ന്. ദർ ആർ 2 മെത്തേഡ്സ് ആർ ഫോളോവഡ്, ട്രഡീഷണൽ മെത്തേഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ്. നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അണ്ടർ ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആർ യൂസ്ഡ് ഫോർ അലോക്കേറ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ടു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ്. ഈ ഡയറക്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ഉപയോഗിച്ചിരുന്ന ഏത് സിസ്റ്റമാണ്, ഡയറക്റ്റ് ലേബറിൻ്റെ ബേസിൽ, ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയോ അടിസ്ഥാനത്തിലായിരുന്നു ഓവർഹെഡ്സ് പ്രൊഡക്റ്റിന് അലോക്കേറ്റ് ചെയ്തിരുന്നത്. അതായത് ട്രഡീഷണൽ മെത്തേഡിൽ ആകെ ഒരു ബേസിൻ്റെ ഒരു റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിങ്ങിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഈ പിക്ചറിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഈ കാണുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് പെൻ ആൻഡ് ബുക്ക്. പെന്നും ബുക്കും മാനുഫാക്ചർ ചെയ്യുന്നൊരു യൂണിറ്റാണ്. അതിൽ ഒരു ഭാഗം 1/3 ഭാഗം പെന്നിൻ്റെ സെക്ഷനാണ്. അതായത് അവിടെ ഒരു മിഷനറിയും 9 വർക്കേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്കിൻ്റെ സെക്ഷനിൽ 2/3 ഭാഗം ഒക്യുപ്പൈ ചെയ്യുന്നത് ബുക്സിൻ്റെ സെക്ഷനാണ്. അതിൽ 4 മിഷനറിയും 4 വർക്കേഴ്സും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഫാക്ടറി റെൻ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പം ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഈ ഫാക്ടറി റെൻ്റ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഫാക്ടറി റെൻ്റ് അലോക്കേറ്റ് ചെയ്യപ്പെടുക പെന്നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാരണം എന്താണ്, അവിടെ കൂടുതൽ വർക്കേഴ്സും വർക്ക് ചെയ്യുന്നത് പെന്നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഫാക്ടറിയിൽ ആക്ച്വലി അത് 1/3 ഭാഗമാണ് അത് ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. ബാക്കി 2/3 ഭാഗവും ഒക്യുപ്പൈ ചെയ്യുന്നത് ബുക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം കൂടുതൽ ഓവർഹെഡ് വരേണ്ടത് ബുക്സിലാണ്. പക്ഷേ ഈ ട്രഡീഷണൽ മെത്തേഡിൽ, അതായത് ഡയറക്റ്റ് ലേബർ ബേസിൽ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ചെയ്യപ്പെട്ടത് പെന്നാണ്. അത് തന്നെയാണ് ട്രഡീഷണൽ കോസ്റ്റിംഗ് മെത്തേഡിൻ്റെ മേജർ ലിമിറ്റേഷൻ. ഇനി നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിങ്ങിൻ്റെ മേജർ ലിമിറ്റേഷൻസ് നോക്കാം. ഡ്യൂ ടു മെക്കനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, ദ ഷെയർ ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് ഫാളിങ് വൈൽ ദ ഷെയർ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻക്രീസ്. നമുക്കറിയാം ഇന്നത്തെ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലേബറിൻ്റെ റോൾ അവിടെ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ മെഷീനറീൻ്റെ റോൾ കൂടുക. അപ്പം ഈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെയും ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഈ ഇൻഡയറക്റ്റ് കോസ്റ്റ് അലോക്കേഷൻ എന്താണ്, അതൊരു നല്ല മെത്തേഡല്ല ഇന്നത്തെ കാലത്ത്. പിന്നെ എന്താണ്, ടുഡേസ് മാനുഫാക്ചറിങ് പ്ലാൻസ് ആർ കോംപ്ലക്സ് ആൻഡ് ഓപ്റ്റൻ ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ ഓപ്റ്റൻ മേക്സ് മോർ ദാൻ വൺ പ്രൊഡക്റ്റ്. ഏതൊരു കമ്പനിയും ഇപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഈ ഓവർഹെഡ് അലോക്കേഷൻ്റെ പ്രശ്നം വരുന്നത്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യേണ്ട. കാരണം എന്താണ്, നേരിട്ട് എല്ലാ ഓവർഹെഡും ആ പ്രൊഡക്റ്റിന് അലോക്കേറ്റ് ചെയ്യും. അപ്പം ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചുള്ള കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു നോട്ട് സ്യൂട്ടബിൾ ബേസ് അല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഓവർ കാസ്റ്റിംഗ് ഒരു അണ്ടർ കാസ്റ്റിംഗ്. അതായത് ചില പ്രൊഡക്റ്റ് ഓവർ കോസ്റ്റ് ചെയ്യപ്പെടാനും ചില പ്രൊഡക്റ്റ് അണ്ടർ കോസ്റ്റ് ചാർജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്രഡീഷണൽ മെത്തേഡ്. അപ്പോൾ നമുക്ക് എന്താണ്, നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ അലോക്കേഷൻ ബേസ് ഉപയോഗിക്കുന്ന ഒരു
കോസ്റ്റിംഗ് സിസ്റ്റം, ഇൻഡയറക്റ്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ആവശ്യമാണ്. അതിന് വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് എ ന്യൂ അപ്രോച്ച് ഫോർ അലോക്കേറ്റിംഗ് ഓവർ ഹെഡ്. അതൊരു ന്യൂ അപ്രോച്ചാണ്. പിന്നെ ABC വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് 1980 ബൈ പ്രൊഫസർ റോബിൻ കൂപ്പർ ആൻഡ് റോബർട്ട്സ് കപ്ലൻ ഓഫ് ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂൾ. ഇനി ABC മേജർ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ABC റെക്കഗ്നൈസസ് ദാറ്റ് പ്രൊഡക്ട്സ് ഡു നോട്ട് ഡയറക്ട്ലി കൺസ്യൂം റിസോഴ്സസ് ബട്ട് കൺസ്യൂംസ് ആക്ടിവിറ്റി വിച്ച് കൺസ്യൂം റിസോഴ്സസ്. ABC പ്രകാരം ഒരു പ്രൊഡക്റ്റ് എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും റിസോഴ്സസ് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യുന്നില്ല, മറിച്ച് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് ആക്ടിവിറ്റീസാണ്. ആ ആക്ടിവിറ്റീസാണ് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി ABC മെത്തേഡിൽ എങ്ങനെയാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് നോക്കാം. Cost of each activity is ascertained separately, then products are charged with the cost of these activities depending upon which product has made use of which activity to which extent. അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് ഓരോ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് എത്ര കണ്ടൊരു ആക്ടിവിറ്റി ഉപയോഗിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ടേംസാണ് മേജർ ടേംസ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഫസ്റ്റ് ടേം കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. കോസ്റ്റ് ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് എൻ ഐറ്റം ഓഫ് പ്രൊഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ് ഓർ കസ്റ്റമർ ടു വിച്ച് കോസ്റ്റ് ആർ ടു ബി റിക്വയർഡ്. അപ്പം എന്തിൻ്റെ കോസ്റ്റാണോ അലോക്കേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, പ്രോസസ്സ് ആവാം, ജോബും ആവാം. അപ്പം അതാണ് കോസ്റ്റ് ഡ്രൈവർ. ഇനി കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇനി കോസ്റ്റ് ഡ്രൈവർ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഡ്രൈവർ ഈസ് എൻ ആക്ടിവിറ്റി ഓൺ എൻ ഇവൻറ്റ് ഫാക്ടർ ദാറ്റ് കോസസ് കോസ്റ്റ് ടു ബി ഇൻകേർഡ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഉണ്ടാവാനുള്ള, ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഉണ്ടാവാനുള്ള ആ റീസണെ അല്ലെങ്കിൽ ആ ഫാക്ടറിനെയാണ് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞത്. ഇപ്പം മെറ്റീരിയൽ കോസ്റ്റിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വരാനുള്ള കാരണം എന്താണ്, മെറ്റീരിയൽ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് മെറ്റീരിയൽ മൂവ്മെൻ്റ് ആണ്. ഇനി കോസ്റ്റ് പൂൾ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് പൂൾ ഈസ് എൻ ആക്ടിവിറ്റി കോസ്റ്റ് പൂൾ ഈസ് എൻ പൂൾ ഓഫ് ഇൻഡിവിജ്വൽ കോസ്റ്റ് ദാറ്റ് ഓൾ ഹാവ് ദ സെയിം കോസ്റ്റ്. അപ്പം ഒരേ കോസ്റ്റ് ഡ്രൈവറുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസുകളുടെ കോസ്റ്റിൻ്റെ പൂളിനെയാണ് കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസും അവയുടെ കോസ്റ്റ് ഡ്രൈവറും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി പർച്ചേസിംഗ് ആണ്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്താണ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ വരുമ്പോഴല്ലേ പർച്ചേസിങ് ചിലവ് വരുള്ളൂ. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ കൂടുന്നതനുസരിച്ച് പർച്ചേസിങ് കോസ്റ്റും കൂടും. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് മെറ്റീരിയൽ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വരുന്നത്. പിന്നെ മെഷീൻ സെറ്റപ്പ് കോസ്റ്റ്, നമ്പർ ഓഫ് മെഷീൻ സെറ്റപ്പ്. ഇനി ഇൻസ്പെക്ഷൻ കോസ്റ്റിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ ഡൺ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് കോസ്റ്റ്, നമ്പർ ഓഫ് ക്വാളിറ്റി ടെസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. പിന്നെ പാക്കിംഗ് കോസ്റ്റ്, നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡർ. വെയർഹൗസിംഗ് കോസ്റ്റ്, നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സ്റ്റോക്ക്. സ്റ്റോർ ഡെലിവറി കോസ്റ്റ്, നമ്പർ ഓഫ് സ്റ്റോർ ഡെലിവറി. റീഡിസൈൻ എക്സ്പെൻസ്, നമ്പർ ഓഫ് ഡിസൈൻ ചേഞ്ച്. അതൊക്കെയാണ് മേജർ ആക്ടിവിറ്റീസും അതിൻ്റെ കോസ്റ്റ് ഡ്രൈവറും. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എന്നാലും മേജറായിട്ടുള്ള 6 ഒബ്ജക്റ്റീവ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ടു ഇംപ്രൂവ് ദ ആക്യുറസി ഓഫ് പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പം ട്രഡീഷണൽ കോസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കോസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു മെത്തേഡാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. പിന്നെ ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് മിക്സ് ആൻഡ് പ്രൈസിങ് ഡിസിഷൻ, ടു ഐഡൻറ്റിഫൈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ബിസിനസ്. ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഐഡൻറ്റിഫൈ വാല്യൂ ആഡഡ് ആൻഡ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റി. നമുക്കറിയാം ഒരു വാല്യൂ ആഡഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ സർവീസിലോ എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്ന ആക്ടിവിറ്റീസാണ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റി. ഇപ്പം പിന്നെ നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ഒരു തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്യാത്ത ആക്ടിവിറ്റീസാണ് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ സ്റ്റോറിങ്. ഇപ്പം ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബുക്കാണ്. ആ ബുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിന് ഒരു വാല്യൂയും ആഡ് ചെയ്യപ്പെടുന്നില്ല.
മറിച്ച് ഇപ്പം ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈനാണെങ്കിൽ വൈൻ കൂടുതൽ വെക്കും തോറും സ്റ്റോർ ചെയ്യും തോറും എന്താണ് അതിൻ്റെ ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം വൈനിൻ്റെ കേസിൽ സ്റ്റോറിങ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ എന്താണ് ബുക്ക് അങ്ങനെയുള്ള മെറ്റീരിയലിൻ്റെ കേസിലാണെങ്കിൽ അതൊരു വാല്യൂം ആഡ് ചെയ്യാത്ത ആക്ടിവിറ്റിയാണ്. അപ്പം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ് നമ്മളെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റിയും നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാനും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ് നമ്മെ സഹായിക്കുന്നു. പിന്നെ ടു ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡിഡക്ഷൻ ഓഫ് കോസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഒബ്ജക്റ്റ് ടു ഫോക്കസ് ഓൺ ഹൈ കോസ്റ്റ് ആക്ടിവിറ്റി. ഇനി ലെറ്റ് us see what are the major difference between traditional costing and ABC costing. നമുക്ക് തിയററ്റിക്കലി നമുക്ക് നോക്കാം, പ്രോബ്ലമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ ബിഗിൻസ് വിത്ത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് ട്രഡീഷണൽ കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ ഹെഡ് എക്സ്പെൻസുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്യും. പക്ഷേ ABC കോസ്റ്റിങ്ങിൽ ബിഗിൻസ് വിത്ത് അസൈനിങ് ഓവർ ഹെഡ് കോസ്റ്റ് ടു മേജർ ആക്ടിവിറ്റീസ്. പിന്നെ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ ഡസ് നോട്ട് പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കോസ്റ്റ്, ബട്ട് ഇൻ ABC കോസ്റ്റിംഗ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് ഇൻഫർമേഷൻ. പിന്നെ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോസ്റ്റ് പൂൾസ് ആർ ക്രിയേറ്റഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ആക്ടിവിറ്റി കോസ്റ്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് പൂൾസ് ആർ ക്രിയേറ്റഡ്. പിന്നെ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ നോ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഡ്രൈവർ. അവിടെ ഒരു കോസ്റ്റ് ഡ്രൈവർ എന്ന കോൺസെപ്റ്റേ ഇല്ല. കാരണം എന്താണ്, അവിടെ ഡയറക്റ്റ് ലേബർ ഹവേഴ്സിൻ്റെ ബേസിലാണ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് ഡ്രൈവർ ഫോർ ഈച്ച് ആക്ടിവിറ്റി ഈസ് ക്രിയേറ്റഡ് in activity based costing. In traditional costing there is no linkage between activity and cost, but in the case of activity based costing there is linkage between activities and cost. നമുക്കറിയാം ട്രഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ സിസ്റ്റമാണ്. അത് കാരണം എന്താണ്, ഒരു ബേസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു കോംപ്ലക്സും ഇല്ല. കാരണം അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ സിസ്റ്റമാണ്. പക്ഷേ ABC ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണ്, ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. കാരണം മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രഡീഷണൽ കോസ്റ്റിംഗ് ഈസ് ബെനിഫിഷ്യൽ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ, ചെറിയ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈസേഷൻ എന്നാണ് ട്രഡീഷണൽ കോസ്റ്റിംഗ് ആണ് ബെറ്റർ. പിന്നെ ലാർജ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിഗ് ഓർഗനൈസേഷനാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ബെറ്റർ. ഇനി നമുക്ക് അതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ ഞാൻ മേജർ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് പ്രൈഷ്യസ് ആക്യുറേറ്റ് റിലയബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. പിന്നെ ടു പ്രൊവൈഡ് analytical information for strategic decision making. പിന്നെ it helps in achieving the objectives of cost effectiveness and it increase the efficiency of cost control system. It helps in performance evaluation. It helps in process of fixation of selling price. It helps to identify cost and activities that can be minimized, and it helps to manage value added and non valued activity. Then limitations of ABC system. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്, ബിഗ് ഓർഗനൈസേഷന് മാത്രം അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കോസ്റ്റിംഗ് സിസ്റ്റമാണ് ഇത്. അപ്പം ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. പിന്നെ ഇറ്റ് പുട്ട്സ് മോർ സ്ട്രെയിൻ ഓൺ കോസ്റ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് ഡ്രൈവർ. പിന്നെ ലാസ്റ്റ് പോയിന്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി പോയിൻ്റാണ്. പിന്നെ ലെറ്റ് us see what are the steps involved in ABC കോസ്റ്റിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ടു ഐഡൻറ്റിഫൈ ഡയറക്റ്റ് കോസ്റ്റ്, ഓവർ ഹെഡ് എക്സ്പെൻസ് ആൻഡ് റിലേറ്റ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ആക്ടിവിറ്റീസ്. ഇപ്പം ഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡ് എക്സ്പെൻസും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റിനെ ചാർജ് ചെയ്ത്, പിന്നെ ഓവർ ഹെഡ് എക്സ്പെൻസുകൾ എന്താണ്, ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യണം. പിന്നെ അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഓവർ പ്രൈമറി ആക്ടിവിറ്റീസ് ഓൺ സ്യൂട്ടബിൾ ബേസ്. അതായത് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് എന്താണ്, പ്രൈമറി ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം.
പിന്നെ ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഡ്രൈവർ ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞല്ലോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിനൊക്കെ ഓരോരോ കോസ്റ്റ് ഡ്രൈവർ ഉണ്ട്. അപ്പം അത് ഒരു ഓർഗനൈസേഷൻ ഡിറ്റർമൈൻ ചെയ്യണം ഏത് ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് ഡ്രൈവറാണ് എന്നൊക്കെ. പിന്നെ കാൽക്കുലേറ്റ് ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ്, അതിനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ. അത് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലാസ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ഓഫ് ദ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇനി ഞാൻ പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാകും.